എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തയ്യൽ മെഷീൻ ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ 2 വെട്ട് കഷ്ണം തുണി വേണം. പിന്നെ നമുക്കൊരു ഗ്ലൂ ഗൺ അതുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല തിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്ലൂ എടുക്കുക, അതായത് ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്ലൂ എടുക്കുക. പിന്നെ ഇതുപോലെ ടിക് ടാക്ക് വേണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ സൂചി നൂലും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. വെട്ട് കഷ്ണം എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തുണി ബാക്കി വരും, ബാലൻസ് വരും അല്ലേ. ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ഷേപ്പില്ലാത്ത കഷ്ണങ്ങളൊക്കെ വരും. അതിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. 8 ഇഞ്ചാണ് ലെങ്ത്ത്. ഒരു പീസിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അടുത്ത പീസിൻ്റെ വിടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അളവുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയും കൂട്ടിയൊക്കെ എടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവ് കൂട്ടിയെടുക്കുക, കുറച്ചും കൂടി ചെറുത് മതി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവ് കുറച്ചെടുക്കുക. ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ ടൈലറി ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ചോദിച്ചാൽ അവർ തരും. കാരണം അവരത് വെറുതെ കളയാനോ കത്തിക്കാനോ ഒക്കെ വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ചോദിച്ചാൽ അത് അവർ തരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എടുത്തിട്ടുള്ള 2 ക്ലോത്തും ഇതുപോലെ കറക്റ്റ് നടുമടക്കുക. നടുമടക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ലൈൻ വരും, എവിടെയാണ് നടു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നടുമടക്കി എടുത്തിട്ടുണ്ട്. നടുമടക്കിയതിന് ശേഷം ഈ മടക്കിയ ഭാഗത്തേക്ക് ഒന്നുകൂടി മടക്കുകയാണ്. സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 സൈഡിൽ നിന്നും ഈ മടക്കിയ പോർഷനിലേക്ക് നമ്മൾ ഒന്നുകൂടി മടക്കുകയാണ്. ഞാനിവിടെ ഒരു സിൽക്കിൻ്റെ പോലത്തെ ഒരു തുണി ആയതുകൊണ്ട് അത്ര ഈസി ആയിട്ട് ഇത് നിൽക്കുന്നില്ല. അപ്പോൾ ഞാനിത് രണ്ടും ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. പിൻ കുത്തി കൊടുത്തിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. കോട്ടൻ്റെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൈവച്ച് മടക്കുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങിൽ വരും. പക്ഷേ ഇങ്ങനത്തെ സിൽക്കിൻ്റെ ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്കത് അത്ര നന്നായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിനോട് ഞാൻ രണ്ടും ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കത്തി പോകരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ 2 പീസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പീസ്, അതായത് നമ്മൾ വീതി കൂടിയ പീസ് താഴ്വശത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട്, അതായത് മടക്ക് വരുന്ന ഭാഗത്തായിട്ട് രണ്ടാമത്തെ പീസിൻ്റെ മടക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് താഴത്ത് നല്ല വശമാണ് വരുന്നത്, മുകളിലും നല്ല വശമാണ് വരുന്നത്. മടക്ക് വരുന്ന ഭാഗം ഒന്നിച്ചാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പീസ് വേണം. എത്രത്തോളം വീതി കുറച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം വീതി കുറച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ 2 സൈഡിലേക്ക് മടക്കി കൊടുത്തിട്ട് അതിനൊന്നും കൂടി മടക്കി കൊടുക്കുക. നമ്മൾ വള്ളിയൊക്കെ അടിക്കില്ലേ, അതുപോലെ ഇതുപോലെ മടക്കി കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യേണ്ട, ജസ്റ്റ് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ അയൺ ചെയ്യേണ്ട, കൈവച്ചനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലൈൻ അങ്ങനെ വരും. ഇത് സിൽക്കിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം അയൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാക്സിമം വിടുത്ത് കുറച്ചെടുക്കുക കേട്ടോ. കുറച്ചെടുക്കുമ്പോഴാണ് ഇതുപോലെ ചെറിയ അളവുണ്ടാവുന്നത്. അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് അധികമൊന്നുമില്ല പണി. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൂചി നൂലും, അതായത് സൂചിയിൽ നമ്മൾ ഏത് കളറാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ സെയിം അതേ കളറിലൊരു നൂല് കോർത്തെടുക്കുക. ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോർക്കില്ല. അതായത് ഒരു ഭാഗം മാത്രം കെട്ടിടും, അടുത്ത ഭാഗം കെട്ടിടാതെ നമ്മൾ ഹെമ്മിങ്ങിന് വേണ്ടി കോർക്കില്ല. അതുപോലെ നിങ്ങൾ സൂചിയിൽ നൂല് കോർത്തെടുക്കുക. ഹെമ്മിങ്ങിന് നമ്മൾ ഒറ്റ ലെയറായിട്ടാണ് കോർക്കുക. 2 ലെയറായിട്ട് കോർത്താൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വലിക്കുമ്പോൾ, അതായത് നൂല് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ലെയറായിട്ട് കോർത്താൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. കോർത്തതിന് ശേഷം നമ്മൾ നേരത്തെ 2 പീസ് ഒന്നിച്ച് വെച്ചിട്ട് പിൻ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും പീസ് ഒന്നിച്ച് വെച്ച ഭാഗം നമ്മൾ അടിവശത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ വീതി കൂടിയ ഭാഗത്തിൻ്റെ മുകളിലേക്കാണ് ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ടുള്ള ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് സെൻറ്ററിലോ, അതായത് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെക്കാം. വെച്ചതിന് ശേഷം നമ്മൾ ഒരറ്റത്തു നിന്ന് അടുത്ത അറ്റത്തേക്ക് സൂചി ഉപയോഗിച്ചിട്ട് സാധാരണ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യില്ലേ, അതേ സെയിം മെത്തേഡിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ത്രെഡ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ കോട്ടൻ്റെ തുണിയാകുമ്പോൾ നമുക്ക് എളുപ്പം വലിഞ്ഞ് കിട്ടും. ഇതുപോലെ സിൽക്കിൻ്റെ ക്ലോത്തൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നോക്കി മതിയെ വലിക്കുക, ത്രെഡ് പൊട്ടി പോവാതെ വലിക്കുക. ഇതുപോലെ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നൂല്, അതായത് നമ്മളിപ്പോൾ സൂചിയിലുള്ള നൂല് കട്ട് ചെയ്യരുത്, അത് അങ്ങനെ തന്നെ അവിടെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പീസ് ഇതേപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെക്കാം. അതായത് നല്ല വശം എന്ന് പറയുന്നത് നമ്മളെ സ്റ്റിച്ച് വരാത്ത ഭാഗമാണ് നല്ല വശം. അതായത് ഈ 2 പീസ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ചീത്ത വശം, അല്ലാത്ത ഭാഗമാണ് നല്ല വശം. അപ്പോൾ നല്ല വശത്ത് നല്ല രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കി സ്റ്റിച്ച് വരുന്ന ഭാഗത്തേക്ക് വെക്കാം. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബുഷിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബണ്ണിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ബണ്ണിട്ട് കൊടുക്കുക. ബണ്ണിട്ട് കൊടുത്തതിന് ശേഷം
ഇതിൻ്റെ അടിവശം തയ്ക്കുക. ഇനി അതല്ല ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടിക് ടാക്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ബണ്ണിട്ട് കാണിച്ചു തരാത്തത്. നിങ്ങൾ ഈ സമയത്ത് ബണ്ണിട്ട് കൊടുക്കണം. അതായത് നമുക്ക് ഹെയറിൽ ഇടാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സമയത്ത് ബണ്ണിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ ടിക് ടാക്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലേക്ക്, അതായത് ബാക്ക് ഭാഗത്തേക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ലൂസാക്കി പിടിക്കരുത്. ലൂസാക്കി പിടിക്കുമ്പോൾ നമ്മൾ ബോ വന്നിട്ട് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടൈറ്റാക്കി പിടിക്കുക. ടൈറ്റാക്കി പിടിച്ചിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കുക. തുന്നിയതിന് ശേഷം നന്നായിട്ട് സെക്യൂർ ചെയ്ത് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, കുഴപ്പമില്ല. കാരണം നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ടിക് ടാക്കിൽ അത് ഫിക്സ് ചെയ്യുക, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയർ ക്ലിപ്പിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ബുഷ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം, മടക്കിയിട്ട് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പുറത്ത് കടകളിലൊക്കെ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പുറത്തൊക്കെ കൊടുത്തൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ അവരെടുക്കുകയുള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിടർത്തി കൊടുക്കുക. നല്ല രീതിയിൽ നല്ലൊരു ബോ ആയിട്ട് വരുന്ന രീതിയിൽ വിടർത്തി കൊടുക്കുക കേട്ടോ. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞങ്ങളെ വീട്ടിന് തൊട്ടടുത്ത് പണി നടക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു ശബ്ദവും കാര്യങ്ങളും വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്നൊന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ. നമ്മൾ ഫൈനൽ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു ടിക് ടാക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ബോ വെച്ച് കൊടുക്കുക. നമ്മുടെ ബോ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് അത്യാവശ്യം നേരം ഒന്ന് പിടിക്കുക, അതായത് ടച്ച് ചെയ്ത് പിടിക്കുക. ഗ്ലൂ ഗണ്ണാണ് അപ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, പിടിക്കുക കേട്ടോ. ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ടിക് ടാക്കിൽ അറ്റാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോരും. വേറെ എന്തെങ്കിലും ഒരു ഗ്ലൂ, അതായത് കുറച്ചും കൂടി നല്ലൊരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതേപോലെ സെൻറ്ററിൽ ഒന്നും കൂടി ഗ്ലൂ ഗണ്ണ് വെച്ചതിന് ശേഷം ഒരു ഹാഫ് ബീഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. റെഡ് കളറിലുള്ള ഒരു ഹാഫ് ബീഡും കൂടി ഇതേപോലെ വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ കാണാനും ഭംഗിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോൾ ചെയ്യുമ്പോഴും ഇതേപോലെ രണ്ടെണ്ണം ചെയ്യുക. രണ്ടെണ്ണം ചെയ്യുമ്പോഴാണല്ലോ ഒരു പേര്. അപ്പം നമുക്ക് പുറത്ത് കടകളിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് തലയിൽ കുത്തി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും രണ്ടെണ്ണം വെച്ച് ചെയ്യുക. അപ്പോൾ മാത്രമേ പേരാവുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ലേഡീസ് സ്റ്റോറിലോ ഫാൻസി സ്റ്റോറിലൊക്കെ ചോദിച്ച് നോക്കുക, ഇതുപോലെയുള്ള ഞങ്ങൾ ചെയ്യുന്നുണ്ട് എടുക്കുമെന്ന് ചോദിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ ഡിസൈനിനും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു റൗണ്ട് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ കോമ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോമ്പസ് വെച്ചിട്ട് വരയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബൗൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വലിപ്പം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ ബൗൾ എടുക്കുക. ഇത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ ബൗൾ എടുക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഒരു റൗണ്ട് വരയ്ക്കുക. റൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ അതേ കറക്റ്റ് ഷേപ്പിൽ ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്യുക. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സൂചിയിൽ നമ്മൾ ഇതേ കളർ, ഏത് കളറിലാണോ നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുള്ളത് വെച്ചാൽ അതേ സെയിം കളറിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ നോർമൽ എങ്ങനെയാണോ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരു റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഇതേപോലെ കൊടുത്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഏത് കളറാണോ ഡ്രസ്സ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതേ കളറാണ്. എന്തായാലും നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താൽ കുറച്ച് തുണി ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട്. തുന്നി എടുത്തതിന് ശേഷം ബാക്കി വരുന്ന നൂല്, ഈ നൂല് നമ്മൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും, ഇതേപോലെ നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ എന്താ പറയുക, സെൻറ്റർ നന്നായിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിൽ ഇതേപോലെ വലിച്ചു കൊടുക്കുക. ചുളിവുകളില്ലാതെ ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ എല്ലാ തുണിയും കൂടി കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം വലിക്കാൻ വേണ്ടിയിട്ട്. മെല്ലെ വലിക്കുക, ത്രെഡ് പൊട്ടി പോകാതെ മെല്ലെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതേ ഒന്ന് തുന്നി സെക്യൂർ ചെയ്യുക. എല്ലാ വശങ്ങളും ഒന്ന് നന്നായിട്ട് ഒന്ന് തുന്നിയിട്ട് സാധാരണ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് സെക്യൂർ ചെയ്യുക. തുന്നുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ബാക്ക് വശത്തേക്ക് ത്രെഡ് വരാൻ പാടില്ല. അതായത് നമ്മൾ ഹെമ്മിങ് ചെയ്യുന്ന അതേ മെത്തേഡിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു ഷോ ബട്ടൺ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് എന്താ പറയുക, മറ്റേ റിബണൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് റോസാപ്പൂ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്
നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഷോ ബട്ടണാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ടിക് ടാക്കിൽ ഇതേപോലെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ടിക് ടാക്കിൻ്റെ അതായത് ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് വരുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, അതായത് നമ്മൾ ടിക് ടാക്ക് ചെയ്യുകയാണ്, ക്ലിപ്പൊക്കെ ചെയ്യുകയാണ് കുട്ടികൾക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 2 വെച്ച് ചെയ്യുക, അപ്പോഴേ പെയറാവുള്ളൂ കേട്ടോ. നമ്മൾ പുറത്ത് കൊടുക്കാനാണെങ്കിലും കുട്ടികൾക്ക് തലയിൽ കുത്തി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ 2 വെച്ചിട്ട് ചെയ്യുക. പിന്നെ നമുക്കിതിൽ ക്ലിപ്പിലൊക്കെ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. വലിയ വലിയ ആളുകളുടെ ക്ലിപ്പിൽ, ഹെയർ ക്ലിപ്പിലൊക്കെ നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, ബോ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.